ഹലോ, എല്ലാവർക്കും പെസഹ വ്യാഴ ആശംസകൾ. നിങ്ങൾ ഉഴുന്നപ്പം, അതായത് പെസഹപ്പം ഉണ്ടാക്കാൻ പോകണേ. ആദ്യം ഉഴുന്ന് വറുത്ത് വെള്ളത്തിലിടുക. അരി 2 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പുട്ടുപൊടിയുടെ ആ പാകമില്ലേ, കടിക്കണ ആ പാകത്തിൽ നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം നമുക്ക് അതിലിട്ടും തിരുമ്മിയൊക്കെ നമുക്കറിയാം കറക്റ്റ് ആ പാകമായെന്ന് തരിതരി പോലെയായി കിട്ടും. എന്നിട്ട് നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ വെള്ളം പറ്റിയ കൊട്ടത്തേങ്ങയില്ലേ, കൊട്ടത്തേങ്ങ കുരുകുരുന്ന് നല്ലവണ്ണം ഫൈനായിട്ട് അരിഞ്ഞെടുക്കുക. അല്ലാത്ത തേങ്ങയും കുഴപ്പമില്ല, ഉണങ്ങാൻ വെച്ച് പാടുണ്ടാവും. പിന്നെ നമ്മുടെ ചെറുള്ളി വട്ടത്തിൽ കുരുകുരുന്ന് കുറച്ച് അരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഈ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കുക. അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതൊരു കോരി നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യുക. ഫ്രൈ ചെയ്ത് അതിലേക്ക് നമ്മൾ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുള്ളിയും ഇതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറാവുന്ന വരെ സെറ്റാക്കി എടുക്കണം. ശേഷം നമ്മൾ നല്ലോണം ഇളക്കണേ. അത് ഒത്തിരി കരിഞ്ഞു പോകാണ്ട് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് നല്ല കരിഞ്ഞ ചുവ വരും. ഇതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില വറുത്തിട്ടായിരുന്നേ, അത് വീഡിയോ കാണിക്കാൻ മറന്നുപോയി. അതും കൂടി നല്ലവണ്ണം വറുത്തിടണം. അത് കഴിഞ്ഞ് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മുഴുവനൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ, അല്ലെങ്കിൽ അത് ശരിക്കും മിക്സ് ആവില്ല. നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇവിടെയാണ് നല്ലവണ്ണം മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ അത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി, ഉഴുന്ന് വെള്ളത്തിലിട്ടത് പൊടിച്ചിടാൻ മറന്നുപോയി. ഉഴുന്ന് നമ്മൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി അരഞ്ഞു പോകാനും പാടില്ല, ഒത്തിരി പൊടിഞ്ഞ് ഫൈനായിട്ട് പോകാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് കടിക്കാൻ പാകത്തിനാക്കി എടുക്കണം. എന്നിട്ട് ഇതും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ച് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കൈ കൊണ്ട് പരത്താൻ പാകത്തിൽ നിന്നാക്കി എടുക്കുക. അത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി കലങ്ങി പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല, മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം നമ്മൾ പൊടി മാറ്റി വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ഉള്ളിയൊക്കെ വറുത്ത് വെച്ച എണ്ണ കുറച്ച് മാറ്റിയിട്ട് കുറച്ച് എണ്ണയിലേക്ക് ഈ ഉരുളിയിലേക്ക് തന്നെ നമ്മളിത് കൈ കൊണ്ട് നല്ലോണം പരത്തി വയ്ക്കുക. നല്ലോണം പരത്തി കൊടുക്കണേ. അത് കട്ടി കുറച്ചെടുക്കണം. കട്ടി ഒത്തിരി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളു വേവില്ല. പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ഒത്തിരി കട്ടിയാക്കി എടുത്തു കഴിഞ്ഞാലും അത് കടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് നല്ലോണം കഴിക്കാനും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലോണം പറ്റും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് അടച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് തീക്കല്ല് അതിൻ്റെ മുകളിലേക്ക് വാരിയിടുക. തീക്കല്ല് വാരിയിട്ടിട്ട് പിന്നെ നമ്മളത് പതുക്കെ നോക്കി വേണം മറിച്ചിടാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. മറിച്ചിട്ടിട്ട് ഒരു വശം നല്ലോണം മുരിഞ്ഞ് വരുമ്പോൾ വറുത്തണം, കരിഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കണേ. നല്ല ബ്രൗൺ കളർ അയക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ഫ്രഷായിട്ട് വറുത്തിട്ടുകൊണ്ടാണ് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നേക്കണത്. ഇത് നമ്മൾ ഇച്ചിരിയോടെ എണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇതാക്കിയെടുക്കണം. ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ള എല്ലാ സോഫ്റ്റും പുറം നല്ല മുരിഞ്ഞാണ്. മോന് കൊടുത്ത് നോക്കുകയാണെങ്കിൽ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനം. ഇതേ കുട്ടീന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഉണ്ടാക്കിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.